എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് തയ്യാറാക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു അപ്പമായിരുന്നു കള്ളപ്പം. അന്ന് കള്ളൊഴിച്ച് തലേ ദിവസമേ അരച്ച് വെച്ചിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനിത് തലേ ദിവസമേ അരച്ച് വയ്ക്കുന്നില്ല, കള്ളൊഴിക്കുന്നില്ല. പക്ഷേ ആ കള്ളപ്പം അതേ ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾ വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സാധാരണ നമ്മൾ കള്ളപ്പം തയ്യാറാക്കുമ്പോൾ രാവിലെ അരി വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം അരച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ചുടുന്നത്. ഇവിടെ ഞാൻ രാത്രിയാണ് അരി വെള്ളത്തിലിടുന്നത്, എന്നിട്ട് രാവിലെ അരച്ചിട്ട് ചുടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഞാനിപ്പോൾ അരി വെള്ളത്തിലിടുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് തേങ്ങാവെള്ളം വേണം. ഒരു തേങ്ങയുടെയോ 2 തേങ്ങയുടെയോ വെള്ളം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മാറ്റി. പിന്നെ വേണ്ടത് പച്ചരിയാണ്. 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, അതായത് 1/2 കിലോയോളം വരും. ഇത് നല്ലവണ്ണം ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇങ്ങനെ നല്ലവണ്ണം കഴുകിയെടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3/4 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ആ സെയിം ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ വേണ്ടത് 2 ഗ്ലാസ് തേങ്ങയാണ്. അതിൽ 1.5 ഗ്ലാസ്സാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുന്നത്. 1/2 ഗ്ലാസ് നാളെ രാവിലെ അരയ്ക്കുന്ന സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചതച്ചെടുക്കുകയാണ്, അതായത് കള്ളപ്പത്തിന് ഇടയ്ക്കൊന്ന് കടിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ നല്ലവണ്ണം അരച്ചെടുക്കുന്നതാണ്, അപ്പോൾ ആ കടിക്കാൻ പറ്റില്ല. അപ്പോൾ നാളെ അത് സെപ്പറേറ്റ് ഇട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളി, 5 അല്ലി ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്, കുമിൻ സീഡ്സ്. ഈസ്റ്റ് വേണം, ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ്. പിന്നെ നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ട് വെച്ച തേങ്ങാവെള്ളം ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. ഇപ്പം മൊത്തം 3 ടേബിൾ സ്പൂണായി. 2 ടേബിൾ സ്പൂണ് തേങ്ങാവെള്ളത്തിലും ഇട്ടു, 1 ടേബിൾ സ്പൂൺ ഇപ്പോഴും ഇട്ടു. പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം വേണം. മധുരം ആവശ്യമുള്ളവർ കുറച്ചുകൂടി ഇടാം. ഇപ്പോൾ ദാ ഈ ഒരു ലെവലിനാണ് വെള്ളം നിൽക്കുന്നത്. തേങ്ങാവെള്ളം ഇത്രയും ഇല്ല എങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് അരിയും ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ മാത്രം മതി വെള്ളം. മുങ്ങിക്കിടന്നിട്ട് കുറച്ച് മുകളിലായിട്ട് നിൽക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്, വേറെ വെള്ളം ഇനി ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായി പോകും. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം നമ്മൾ കുതിർത്ത് വയ്ക്കാനായിട്ട്. ഇനി ഇത് നല്ലവണ്ണം മൂടി ഞാൻ ഈ ഓവർനൈറ്റ് വയ്ക്കുവാണ് ഇങ്ങനെ ഈ അരി. ഇനി നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതൊന്ന് എടുത്ത് അരച്ച് വയ്ക്കുവാണ്. ദാ ഇപ്പോൾ ഇതുപോലെ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്, ഒരു ഫെർമെൻ്റായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ആ വെള്ളത്തിൽ തന്നെ. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഇതിൽ തന്നെ. പിന്നെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മിക്സിയുടെ ഒരു 1/4 ഭാഗം മാത്രം അരിയിട്ടിട്ട് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുമ്പോഴത്തേക്കും പൊങ്ങി ഇങ്ങ് വരും. കുറച്ചളവ് മിക്സി ജാറിലിട്ടിട്ട് വേണം അരയ്ക്കാൻ. ഒരു 1/4 ഭാഗമൊക്കെ ഇട്ടിട്ട് അരച്ചാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ അടപ്പ് തുറന്ന് പൊങ്ങി പോകുന്ന രീതിയിൽ ഇത് ചാടി വരും. അങ്ങനെ ഒരു 5-6 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/4 ഗ്ലാസ് തേങ്ങ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. ഒരു തരിതരിയായിട്ട് ഈ കള്ളപ്പം കഴിക്കുമ്പോൾ നമുക്കൊന്ന് ഫീൽ ചെയ്യും, കുറച്ച് തരി കടിക്കുന്നത്. അത് 1/2 ഗ്ലാസ്സോ അതിൽ കൂടുതലോ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഒന്ന് തേങ്ങ ഒതുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം യോജിപ്പിക്കാം. ഇപ്പോൾ ഈ പാത്രം നിറഞ്ഞിരിക്കുകയാണ്. ഈ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊങ്ങിപ്പോകും.
അപ്പോൾ നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അമ്മമാരൊക്കെ നേരത്തെ ചെയ്യുന്ന കാണാറുണ്ട്. അപ്പത്തിന് അരച്ച് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ അരച്ച പാത്രം എടുത്ത് വെക്കുന്നത്. അഥവാ തൂങ്ങിപ്പോയാലും അതിനകത്തേക്ക് വീണോളും. പിന്നെ നമ്മൾ അരി അരച്ച് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ പാത്രത്തിൽ നമ്മൾ അരി അരച്ച് വയ്ക്കണം. ആ പാത്രത്തിൻ്റെ അരഭാഗം മാത്രം ഈ മാവ് വരുന്ന രീതിയിലുള്ള പാത്രമായിരിക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പൊങ്ങി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും വലിയൊരു പാത്രത്തിൽ വേണം നമ്മളിത് തയ്യാറാക്കി വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയം വരെ ഒന്നിരിക്കട്ടെ. ഏകദേശം 1 മണിക്കൂറൊക്കെ ഇരുന്നാൽ നല്ലോണം പോകും. പക്ഷേ ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതുപോലെ പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കുറേശ്ശെ മാറ്റിയിട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. വെള്ളം കൂടിപ്പോയാൽ അപ്പം ശരിയാവില്ല. പിന്നെ നമുക്ക് പഞ്ചസാര മധുരം നോക്കിയിട്ട്, മധുരം ചിലർക്ക് കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് മതി, അങ്ങനെയുള്ളവർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. ഇനി ഒരു ദോശക്കല്ല് വെച്ചിട്ട് നമുക്കതിലേക്ക് മാവൊഴിച്ച് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണം കള്ളപ്പം ചുട്ടെടുക്കാനായിട്ട്. പരത്തേണ്ട കാര്യമില്ല. ഒഴിച്ച് കഴിയുമ്പോൾ മൂടി വയ്ക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വയ്ക്കണം. അപ്പോൾ ഇതുപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടണം. ഇത് മൂടി തന്നെ വേവിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. പിന്നെ മോൾ ഭാഗം നല്ലോണം വേകുകയും ചെയ്യും. അതിനാണ് ഇങ്ങനെ മൂടി വേവിക്കുന്നത്. മറിച്ചിട്ടതിന് ശേഷവും നമ്മളിതൊന്ന് മൂടി വയ്ക്കണം. ചുടുന്ന അപ്പവും ദോശക്കല്ലിൽ ചുടുന്ന അപ്പവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും ടേസ്റ്റിന്. എപ്പോഴും നമ്മൾ ദോശക്കല്ലിലൊക്കെ ചുട്ടെടുക്കുവാണ് ദോശയായാലും അപ്പമായാലും ഒക്കെ ടേസ്റ്റ്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടണം. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കണം. ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നാളെ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കണം എന്നുള്ള വിചാരം ഉണ്ടാവും. പക്ഷെ അരിയിടാൻ മറന്നുപോയെങ്കിൽ, അപ്പോൾ രാവിലെ അവർ ഓഫീസിലൊക്കെ പോകുന്നതിന് മുമ്പ് വേണമല്ലോ അരി വെള്ളത്തിലിടാൻ. എന്നിട്ട് വൈകുന്നേരം വന്നിട്ടാണ് അത് അരച്ച് വയ്ക്കുന്നത്. വീണ്ടും അതൊരു 8 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് രാത്രി 10-11 മണിക്കായാലും കുഴപ്പമില്ല, വെള്ളം ഇതുപോലെ അരിയെല്ലാം കഴുകി നല്ലവണ്ണം വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് രാവിലെ അരച്ച് നമുക്ക് ചുടാൻ പറ്റും. അപ്പോൾ വെള്ളത്തിലിട്ടില്ല, പൊടിച്ചില്ല, പിന്നെ അരി അരച്ച് വെച്ചില്ല എന്നൊന്നും ഇനി ബോധേടാവേണ്ട കാര്യമില്ല. ഇതുപോലെ വെള്ളത്തിലിട്ട് രാവിലെ അരച്ച് നമുക്ക് അപ്പോൾ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തേങ്ങാവെള്ളമൊക്കെ എപ്പോഴും കളയാതെ അത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചേക്കുവാണെങ്കിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് പിന്നെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതുപോലെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിടുവാണെങ്കിൽ നല്ലതായിട്ട് പൊങ്ങി വരും. അത് ഏതൊരു അപ്പമാണെങ്കിലും അതെ, പാലപ്പമാണെങ്കിലും വെള്ളയപ്പമാണെങ്കിലും കള്ളപ്പമാണെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് പൊങ്ങി വരാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നമ്മൾ തേങ്ങാവെള്ളമൊക്കെ കളയാതെ സൂക്ഷിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് ഈസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഫെർമെൻ്റ് ആവാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചേർക്കണമല്ലോ. അപ്പോൾ സോഡാപ്പൊടി ചേർത്താലും മതി. അതായത് ബേക്കിംഗ് സോഡ. സോഡാപ്പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അത് തലേ ദിവസമേ ഇട്ട് വയ്ക്കേണ്ട. രാവിലെ അരയ്ക്കുന്ന സമയത്ത് അതിലിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ എല്ലാ അപ്പവും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റുമാണ് ഇതിന്.
വളരെ എളുപ്പവുമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. സ്റ്റൂവിൻ്റെ കൂടെയോ താറാവ് മപ്പാസിൻ്റെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.